ഹലോ, എല്ലാവർക്കും ഹംസ്വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ നല്ലൊരു വേനൽ കാലമാണല്ലോ, നമുക്ക് അതിന് പറ്റിയ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്ന് നോക്കണ്ടേ? നല്ല അടിപൊളി മാംഗോ സ്മൂതിയും സ്ട്രോബെറി സ്മൂതിയും. ആദ്യം നമ്മൾ ട്രൈ ചെയ്യുന്നത് മാംഗോ സ്മൂതിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് പഴുത്ത നല്ല മാമ്പഴം മീഡിയം സൈസാണ് എടുത്തിരിക്കുന്നത്, കട്ടത്തൈര്, തണുത്ത പാല്, നല്ല കട്ടപ്പാലാണത്, റോബസ്റ്റ് പഴം മീഡിയം സൈസാണ് എടുത്തിരിക്കുന്നത്, വാനില എസൻസ്, തേന്. ഇത് നമുക്ക് ചെയ്യേണ്ടത്, ആദ്യം എടുക്കേണ്ടത് അതിനു വേണ്ടി നമ്മളൊരു ജാറാണ് എടുക്കേണ്ടത്. ജാർ എടുത്ത് അതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ഐസ്, തണുത്ത നല്ല കട്ടപ്പാലാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള മാമ്പഴം ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റോബസ്റ്റ് പഴം മീഡിയം സൈസാണ്, വലിയ സൈസ് അല്ല എടുത്തിരിക്കുന്നത്, ചെറിയൊരു റോബസ്റ്റ് പഴം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നല്ല കട്ടത്തൈര് ഏകദേശം 2.5 ടേബിൾ സ്പൂണോളം ആണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് വാനില എസൻസ് 1/4 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നു. ഇനി അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തേനാണ് എടുക്കുന്നത്. അത് ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് ഓരോരുത്തർ ചേർത്താൽ മതി. ഞാനിപ്പോൾ ചേർക്കുന്നത് ഏകദേശം 3 ടേബിൾ സ്പൂണോളം തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കാണാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പൊ നമ്മുടെ മാംഗോ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പൊ അടിപൊളി നമ്മുടെ മാംഗോ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു മാംഗോ ചെറിയ പീസ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്, ഒരു മിന്റ് ലീഫും വെച്ചിട്ടുണ്ട്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് സ്ട്രോബെറി സ്മൂത്തിയാണ്. അതിലേക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു വലിയ സൈസ് സ്ട്രോബെറി, ഒരു 10 എണ്ണം, കട്ടത്തൈര്, തണുത്ത പാല്, നല്ല കട്ടപ്പാലാണത്, തേന്, റോബസ്റ്റ് പഴം. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു ജാർ എടുക്കുക. അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള സ്ട്രോബെറി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കട്ടത്തൈര് ഏകദേശം 2 ടേബിൾ സ്പൂണോളം കൂടുതൽ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കട്ടപ്പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. റോബസ്റ്റ് പഴം മീഡിയം സൈസ്, ചെറിയ നല്ല പഴുത്ത റോബസ്റ്റ് പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചെറുതാണ് ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂണോളം തേന് നമുക്ക് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതുപോലെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ അടിപൊളി നമ്മുടെ സ്ട്രോബെറി സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് കാണാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഞാനൊരു സ്ട്രോബെറി ആണ് ഗാർണിഷ് ചെയ്യുന്നത്. കണ്ടില്ല, നല്ല അടിപൊളി നമ്മുടെ സ്ട്രോബെറി സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മാംഗോ സ്മൂത്തിയും സ്ട്രോബെറി സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത പുതിയ വീഡിയോ ആയി കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.